ബ്രസീലിയൻ തെരുവുകളിൽ പന്ത് തട്ടിയിരുന്ന ഒരു പയ്യൻ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പറഞ്ഞു കേൾപ്പിക്കാനുള്ള പണമോ പ്രതാപമോ അവന്റെ കുടുംബം ഒരു കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിന്റെ നെറുകയിൽ നിന്നുമായിരുന്നു അവന്റെ കുടുംബം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ദാരിദ്ര്യത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന അവന്റെ കുടുംബത്തിന് ആകെയുള്ള ആശ്വാസം അവന്റെ അച്ഛൻ തന്നെയായിരുന്നു. ബ്രസീലിയൻ തെരുവുകളിൽ പലതവണ അവൻ ചില്ലറ തൊട്ടുകൾക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയി. എന്നാൽ അതൊന്നും അവന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നുമാകില്ലായിരുന്നു. നെയ്മറിന്റെ ഫുട്ബോളിന്റെ മാന്ത്രികം കണ്ട് പല ആളുകളും അവനെ 14-ാം വയസ്സിൽ തന്നെ ക്ലബിലേക്ക് എടുക്കാൻ പല ആളുകളും രംഗത്തെത്തി. അതിവേഗത്തിൽ പായുന്ന പന്തിനെ കുതിച്ചെന്ന് നെഞ്ചോട് ചേർക്കാൻ നെയ്മറേക്കാൾ പകരം വെക്കാൻ മറ്റാരുമില്ലായിരുന്നു. പിന്നീട് 2013-ലാണ് കാലം വഴിമാറുന്നത്. 2013 ബ്രസീലിൽ നിന്നും ബാഴ്സലോണയിലേക്ക് നെയ്മർ ചേക്കേറുകയാണ്. അവിടെയാണ് യഥാർത്ഥ സിംഹക്കുട്ടികൾ ഇറങ്ങപ്പെടുന്നത്. അവിടെയാണ് യഥാർത്ഥ രാജാക്കന്മാരുടെ ഭരണം തുടങ്ങുന്നത്. എതിരാളികൾക്ക് ഭയമായിരുന്നത്രേ MSN എന്ന സഖ്യം. MSN സഖ്യം ഫുട്ബോൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നേ വരെ ലോകം കാണാത്ത മാന്ത്രിക ജാലങ്ങളായിരുന്നു. ആ മാന്ത്രിക ജാലത്തെ വലയം വെക്കുന്ന ബ്രസീലിന്റെ നായകനായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രസീലിയൻ കിരീടാവകാശിയായ അവനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ദി വൺ ആൻഡ് ഓൺലി നെയ്മർ സാന്റോസ് ജൂനിയർ.